ഉള്ള മോദി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെ ഇന്ന് അർദ്ധരാത്രി മുതൽ രാജ്യത്തെ തൊഴിലാളികൾ പണിമുടക്കും. CITU ഉൾപ്പെടെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പണിമുടക്കിൽ കർഷക തൊഴിലാളി ബഹുജന സംഘടനകളും ഐക്യദാർഢ്യവുമായി അണിനിരക്കും. ബാങ്ക്, ഇൻഷുറൻസ്, കൽക്കരി, വൈദ്യുതി, പ്രതിരോധ മേഖലയിലെ ജീവനക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ എന്നിവരും ഭാഗമാകുന്നതോടെ കേന്ദ്ര സർക്കാരിനുള്ള താക്കീതായി പണിമുടക്ക് മാറും. CPIM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനവിരുദ്ധ കേന്ദ്ര ബജറ്റും US കീഴ്പ്പെട്ട് കേന്ദ്ര സർക്കാർ ഒപ്പിട്ട വ്യാപാര കരാറും വലിയ പ്രതിഷേധത്തിനിടയാക്കിയ ഘട്ടത്തിലാണ് പണിമുടക്ക്. CITU 1000 കേന്ദ്രങ്ങളിൽ 1000 പേരെ അണിനിരത്തി പ്രതിഷേധം സംഘടിപ്പിക്കും. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിയടക്കം ചോദ്യം ചെയ്ത് കർഷകരും കർഷക തൊഴിലാളികളും പണിമുടക്കും. കഴിഞ്ഞ ജൂലൈയിൽ നടന്ന പണിമുടക്കിൽ 25 കോടിയിലധികം തൊഴിലാളികളാണ് അണിനിരന്നത്. ഇത്തവണ അതിനെ മറികടക്കുന്ന പങ്കാളിത്തം ഉണ്ടാക്കുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. വൈദ്യുതി, വിത്ത് ഭേദഗതി ബില്ലുകൾ, ഇൻഷുറൻസ് മേഖലയിൽ 100% FDI, ആണവോർജ മേഖലയുടെ സ്വകാര്യവൽക്കരണം പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പണിമുടക്കിൽ ഉയർത്തും. CITU, AITUC, INTUC, HMS, TUCC, സേവ, AICTU, LPF, UTUC എന്നീ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടക്കുക. BMS പണിമുടക്കിനൊപ്പമില്ല. അഖിലേന്ത്യാ പണിമുടക്കിൽ കേരളത്തിലെ വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ നിശ്ചലമാകും. കടകമ്പോളങ്ങൾ അടയും. വാഹനങ്ങൾ നിരത്തിലിറങ്ങില്ല. കേന്ദ്ര ബജറ്റിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാൽ അബാലവൃദ്ധം ജനങ്ങളും പണിമുടക്കുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് CITU ജനറൽ സെക്രട്ടറി എളമരം കരീം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. വിദ്യാർത്ഥി, യുവജന സംഘടനകളും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. വ്യാഴാഴ്ച 650 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ റാലികളും യോഗങ്ങളും നടക്കും. ജില്ലാ, ഏരിയ കേന്ദ്രങ്ങളിൽ ഉച്ചവരെ നീളുന്ന യോഗങ്ങൾ ഉണ്ടാകും. ഷോപ്പിംഗ് മാളുകളും സ്പെഷ്യൽ ഇക്കണോമിക് സോണുകളും സ്തംഭിക്കും. പാൽ, പത്രം, ആശുപത്രി, മരുന്ന് കടകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് അടക്കം ആവശ്യ സർവീസ് ഒഴിച്ച് മറ്റെല്ലാ മേഖലയിലെയും തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് 29 കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. തലസ്ഥാനത്ത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം ലോക് ഭവന് മുന്നിൽ സമാപിക്കും. ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ പണിമുടക്കായി മാറുമെന്ന് ചുരുക്കം. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ നാളെ അർദ്ധരാത്രി 12 വരെയാണ് പണിമുടക്ക്. ശബരിമല തീർത്ഥാടകരെയും മാരാമൺ കൺവെൻഷനെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൺവെൻഷൻ നടക്കുന്ന കോഴഞ്ചേരി, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളെ പണിമുടക്കിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. KSRTCയിലെ ഭൂരിഭാഗം യൂണിയനുകളും പണിമുടക്കുന്നതിനാൽ സർവീസുകൾ പൂർണ്ണമായും മുടങ്ങാനാണ് സാധ്യത.